എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1773 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു പുസ്തക പരിചയമാണ്. പുസ്തക പരിചയം നടത്തുവാനായി എത്തുന്നത് ഡോക്ടർ റിജി റഷീദാണ്. റിജി റഷീദ് PHMS, റിജീസ് ഹെൽത്ത് കെയർ സെന്റർ, കാട്ടാക്കട, തിരുവനന്തപുരം. ഡോക്ടർ റിജി നമുക്ക് പല ക്ലാസ്സുകളും ഇതിനകം നമുക്ക് എടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ വിഷയങ്ങളിലായിരുന്നു നമുക്ക് ക്ലാസ് പലപ്പോഴും ഡോക്ടർ റിജിയുടെ വകയായി കിട്ടിയിട്ടുള്ളത്. ഇന്ന് ഒരു പുതിയ പുസ്തക പരിചയം, അത് ഡോക്ടർ ഖാലിദിന്റെ ചികിത്സാ അനുഭവങ്ങളിൽ നിന്നും ചിറഞ്ഞെടുത്ത ചില ഏടുകൾ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അത് ഡോക്ടർ ഖാലിദ് ആരാണെന്ന് അതൊന്ന് പരിചയപ്പെടുത്തി ഡോക്ടർ നമുക്ക് അതിനകത്തുള്ള ബാക്കി ആ പുസ്തകത്തിൽ എന്തൊക്കെയാണ് പുസ്തക പരിചയമാണ് അതെല്ലാം വിശദമാക്കി തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ ആ ഒരു പുസ്തക പരിചയം തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്ന ഈ വേളയിൽ മലയാളം സെഷനിൽ പങ്കെടുക്കുവാനായി എത്തിയിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്ത വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുവാനായി, അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി എത്തിയിട്ടുള്ള ഡോക്ടർ റിജിയെയും വളരെ സ്നേഹപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, ക്ലാസ് തുടങ്ങാം. ഡോക്ടറെ, ഒരു മിനിറ്റ്. അദ്ദേഹം IHKയിൽ ഒത്തിരി ക്വിസ് കോമ്പറ്റീഷൻസുകൾ നടത്തിയിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ അറിവുകൾ അപാരമാണ്, കീനോട്ട് അറിവുകൾ. അതുപോലെ തന്നെ ഒത്തിരി നമ്മൾക്കാർക്കും ചിന്തിക്കാവുന്നതിലപ്പുറമുള്ള പല കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക അറിയിപ്പ് നൽകാനുള്ളത്. ഇനി ഡോക്ടർ റിജി റഷീദിലോട്ട് പോവാം. എന്തായാലും സന്തോഷം ധനിഷ ഡോക്ടറെ. എന്നാൽ ഈ ഖാലിദ് ഡോക്ടറിനെ ഒന്ന് പരിചയപ്പെടുത്താൻ അത് ഇല്ല. അപ്പൊ ഡോക്ടർ റിജി പറയുമെന്നാണ് വിചാരിച്ചത്. എന്തായാലും ആ ഭാഗം ഡോക്ടർ ധനേഷ് ഭംഗിയായി നിർവഹിച്ചു. അപ്പൊ ഇന്നത്തെ ഒരു നല്ല ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് റിജിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടറെ, തുടങ്ങും. താങ്ക് യു മാം. ശരിക്കും ഖാലിദ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു ഈ ക്യാപ്ഷനിൽ മാഡം വായിച്ചൊരു സെന്റൻസ് ഉണ്ടല്ലോ, അതായത് ഖാലിദ് സാറിന്റെ ഒരു അറിവിന്റെ ട്രഷറി എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഏട് മാത്രമേ ആവുന്നുള്ളൂ. മാഡം, ഞാൻ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ. ഒരു ഏട് മാത്രമേ ആവുന്നുള്ളൂ ഈ റിസൾട്ട്സ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. ആക്ച്വലി ഇത് വന്നിട്ട് സാറിന്റെ രണ്ടാമത്തെ ബുക്കാണ്. ആദ്യത്തെ ബുക്ക് വേറെ ഉണ്ട്, അതിന്റെ പേര് ഫിസിൽസ് എന്നാണ് ആദ്യത്തെ ബുക്കിന്റെ പേര്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ബുക്ക് വാങ്ങിയതിന് ശേഷം ഒരു ദിവസം ഒരു പേജെങ്കിലും ഞാൻ ഇതിന്ന് വായിക്കാറുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും ഇങ്ങനെ ചെയ്യുന്ന കാര്യം ആലോചിച്ചപ്പം നമുക്ക് എപ്പോഴും ഇഷ്ടം കൂടുതൽ തോന്നുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ ആദ്യം നമ്മൾ പ്രൊജക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഹോമിയോപ്പതിയില് ജീവിച്ചിരിക്കുന്നതും മരിച്ചുപോയതുമായിട്ടുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഞാനിത് ജൂനിയേഴ്സ് അറിയാൻ വേണ്ടി പറയാണ്. കാരണം ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ സെൽഫ് മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ കുറച്ച് പരിചാരക അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക പുകഴ്ത്തി പറയുന്ന കുറച്ച് വൃന്ദങ്ങളെ കീപ്പ് ചെയ്യുന്ന ആ ഒരു ഫോക്കസിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഡിഫറെന്റ് ഓർഗനൈസേഷൻസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഹോമിയോപ്പതിയുടെ ആ ഒരു ട്രഷർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകുന്ന, എന്നാൽ ഈ പബ്ലിക്കിലേക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ ആഗ്രഹിക്കാത്ത ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് എനിക്കറിയാവുന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങനെ കുറച്ച് ആൾക്കാരെ അറിയാമായിരിക്കും. അവരുടെ അറിവുകൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇന്നിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യകതയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾ ഖാലിദ് സാറിൽ നിന്ന് തുടങ്ങുന്നു. അപ്പൊ ഖാലിദ് സാർ ഏതാണെന്നുള്ളത് നമ്മുടെ ധനേഷ് സാർ എന്ന് പറഞ്ഞപ്പോ അത്രയും സന്തോഷം. സാറിന്റെ 2 ബുക്കിലെയും പ്രിഫേസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുവാണ്. അപ്പൊ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്കൊരു ഐഡിയ കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് ബ്രീഫ് ചെയ്യുന്നത്. അതായത്
ഫസ്റ്റ് ബുക്കായ ക്വിസിൽസിൽ പറയുന്നതെന്ന് പറഞ്ഞാല് it is an immense pleasure to complete and present before homeopathic fraternity a long-time desire of compiling my works into a book. I am unaware of when did the thought of publishing a book came to mind. Being from a non-homeopathic family, I faced many difficulties in my initial days of practice for selecting the stimulum to a patient. ഇത് ശരിക്കും എന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പലരുടെയും ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ കോളേജസിൽ പഠിക്കുമ്പോൾ ബീയിങ് ഫ്രം എ നോൺ ഹോമിയോപ്പതിക് ഫാമിലി, ഹോമിയോ ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു പ്രിവിലേജ് കിട്ടാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു വർഗസ്നേഹമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവര് ഹോമിയോപ്പതി മെഡിസിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അത് ഡിസ്പെൻസ് ചെയ്യുന്നതാണെങ്കിലും അതല്ല ഈ പറഞ്ഞ മാതിരി പേഷ്യൻസിനെ നോക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവർ പഠിക്കുന്നവരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും ഇൻബോൺ ആയിട്ടൊരു ടാലന്റ് ഇല്ലെങ്കിൽ പോലും അവർക്കൊരു സെറ്റ് ഓഫ് തെറാപ്യൂട്ടിക്സ് കൊടുക്കാൻ ആളുണ്ട്, അവർക്കൊരു ഗോഡ് ഫാദർ ഉണ്ട്. അപ്പൊ നമ്മൾ ഇനിഷ്യലി പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാല് എനിക്കത് തുറന്ന് സമ്മതിക്കുന്നതിൽ മടിയൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ ഗ്ലോബ്യൂൾസ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹോമിയോ മെഡിസിൻ അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഒരാളായിരുന്നില്ല ഞാൻ കോളേജിൽ പോകുന്നത് വരെ. പക്ഷെ ഇപ്പം ഈ ഹോമിയോ മെഡിസിൻസ് ആണ് കഴിവതും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഡെലിവറി അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ മാറി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. My early days made me realize the significance of thorough knowledge on materia medica as essential tool for a successful practitioner. നമ്മുടെ ഈ ക്ലാസ് എടുത്ത് തുടങ്ങിയതിന് ശേഷവും ഡോക്ടേഴ്സ് ആരെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്, സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ഡോക്ടർ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെപ്പർട്ടൈസേഷന്റെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ശരിക്കും ഞാൻ അതിലൊരു എക്സ്പേർട്ടേ അല്ല. മെറ്റീരിയ മെഡിക്കലിൽ വളരെ പരിമിതമായ നോളജും പ്ലസ് എന്റെ സീനിയേഴ്സും എന്റെ കൊളീഗ്സും പിന്നെ എനിക്ക് വായിക്കാനുള്ള ഒരു ഇഷ്ടവും മാത്രമാണ് ഇപ്പം ഇവിടെ നമ്മളെ എത്തിയേക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് കുറെ, അതായത് നല്ലൊരു ബുക്ക് മരിച്ചുപോയ ടി തോമസ് സാറുണ്ട്, നമ്മുടെ പഴയ MLA സാറ് എപ്പോഴും പറയാറുണ്ട് ഒരു കാര്യം, ഒരാളുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ അടുത്ത കാലത്ത് അയാൾ എത്രത്തോളം ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന്. ആക്ച്വലി നമുക്കൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്ന ഒരാളാണ്, നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്ന പോലെ ഈ രണ്ട് ബുക്കിലും നമ്മളിത് വായിക്കുമ്പോൾ പ്രിഫേസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബുക്കിന്റെ റെഫറൻസിൽ അലൻ സ്കീനോ, ഡോക്ടർ എക്സി അലൻ, മെറ്റീരിയ മെഡിക്ക ഡോക്ടർ W Paul, പ്രാക്ടിക്കൽ മെറ്റീരിയ മെഡിക്ക ക്ലാർക്ക്, അതുപോലെ തന്നെ മെറ്റീരിയ മെഡിക്ക SR Patta, ക്ലിനിക്കൽ മെറ്റീരിയ മെഡിക്ക ഫാരൻടൈൻ, സെൻസേഷൻ ആസിഡ്, വേരിയസ് ഓൾ മാഗസിൻസ്, ഹനുമാൻ ആൻഡ് ഡീനി, ടോർച്ച് ഓഫ് ഹോമിയോപ്പതി, ഹോമിയോപ്പതിക് ഹെറിറ്റേജ്, നാഷണൽ ജേർണൽ ഓഫ് ഹോമിയോപ്പതി, വൈറ്റൽ ഇൻഫോമർ. ഇതിൽ എത്ര മാഗസിൻസ് പുതിയ തലമുറ കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതില് ഭൂരിഭാഗം ആൻസർ നോ ആയിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഓഡിയോ ഒന്നുകൂടെ മെച്ചപ്പെടുത്താമോ ഡോക്ടറെ? ഇത് ആക്ച്വലി ഓക്കെ, ഞാൻ ഹെഡ്ഫോൺ എടുക്കാൻ വിട്ടുപോയി മാഡം, സോറി. അപ്പൊ ഇതിനകത്ത് വന്നിട്ട് ഡ്രസ്സിൽസിൽ ഓളിയും കുറയുന്ന മാഡം ഒന്നും അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി. അതായത് ഡ്രസ്സിൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ടോപ്പിക് ഇതാണ്, ഡ്രസ്സിൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആക്ച്വലി ഇത് മലയാളത്തിലാണ് എഴുതിയേക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ ലാംഗ്വേജിൽ ഫ്ലുവന്റ് ആണെങ്കിലും നമുക്കൊരു വേദന വരുമ്പോൾ, നമുക്കൊരു പ്രണയം തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒന്ന് എക്സ്പ്രസ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ, നമുക്കൊന്ന് എഴുതണമെന്ന് തോന്നുമ്പോൾ, ഒരു എല്ലാവരുടെയും കാര്യമല്ല, ഒരു മോർ ദാൻ 70% ആൾക്കാർക്കും അത് അവരുടെ ഓൺ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യാനായിരിക്കും താല്പര്യം കൂടുതൽ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ഇതിനകത്ത് ഈ ബുക്കിന്റെ മൊഗോരയിൽ സാർ എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ പുസ്തകത്തിൽ എന്റെ ആദ്യ പുസ്തകമായ ക്വിസിൽസിനോട് യോജിച്ചു വരാൻ ഒരു പേര് ഡോക്ടർ അജിത് പി രാജനാണ് ഡ്രസ്സിൽസ് ഓഫ് ഹോമിയോപ്പതി വെച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാല് സാറിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടുതലും ഫസ്റ്റ് ബുക്കിലും, രണ്ടാമത് നമ്മൾ വായിച്ചതും എന്നാൽ പെട്ടെന്ന് ഓർമ്മയിൽ വരാത്തതും ഒളിഞ്ഞു കിടക്കുന്നതുമായ അപൂർവമായിട്ടുള്ള മുത്തുകൾ, അതായത് അപൂർവമായിട്ടുള്ള ആ മുത്തുകൾ മഴത്തുള്ളിയാണ് ഈ ഡ്രസ്സിൽസിൽ ഉള്ളത് എന്നാണ് നമുക്കറിയാം. നമ്മൾ പല ക്ലാസ്സുകളും കേൾക്കും, പല ബുക്കുകളും നമ്മൾ വായിക്കും, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കുറിച്ചു വെക്കാറുണ്ട്. പക്ഷെ പിന്നെ നോക്കുമ്പോൾ നമുക്കൊരു ആവശ്യം വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ആ കുറിപ്പുകൾ നമുക്ക് കിട്ടാറില്ല. പക്ഷെ അതിന് സാറ് പറഞ്ഞു തന്നൊരു ഐഡിയ, അല്ലെങ്കിൽ സാറ് ഐഡിയ അല്ല, സാറ് പറഞ്ഞു തന്നൊരു വഴി എന്ന് പറഞ്ഞാല്
സാറിന് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാൻ സാറിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഈ ബുക്ക് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അല്ലാതെ. സാറ് പറയുന്നതെന്ന് പറഞ്ഞാൽ A മുതൽ Z വരെയുള്ള കണ്ടീഷൻസ് നമ്മൾ എഴുതാം, ഒരു റെക്കോർഡ് കീപ്പിംഗ് പോലെ എഴുതാം. എന്നിട്ട് ആ ഓരോ കണ്ടീഷന്റെ അകത്തും പേജസ് ബ്ലാങ്ക് ആക്കുക. ആ ബ്ലാങ്ക്നെസ്സിൽ നമ്മൾ എവിടെ നിന്നൊക്കെ എന്തൊക്കെ വായിക്കുന്നു അതൊക്കെ അതിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ മറ്റേതൊരു ഗൈഡിനേക്കാൾ കൂടുതൽ വാല്യൂബിൾ ആയിരിക്കും നമ്മൾ ഓൺ ആയിട്ട് ഉണ്ടാക്കിയ നമ്മളുടെ എക്സ്പീരിയൻസസ് എന്നുള്ളതാണ്. ഞാനത് ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് പെട്ടെന്നൊരു ഡൗട്ട്, ഞാനത് തുടങ്ങിയെന്ന് മാത്രമല്ല അതിന്റെ ചെറിയ ചെറിയ പീസസ് കട്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഫാർമസിയുടെ അകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പം ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് എളുപ്പമായിരിക്കുമല്ലോ ആ ഒരു രീതിയിൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇതില് ഓരോ രീതികളാണ്, പിന്നെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും ലാസ്റ്റിൽ സാർ എഴുതിയിരിക്കുന്നുണ്ട്, എങ്കിലും ഷൂട്ട് ആൻഡ് സൈറ്റ് എന്ന പോലെ ഇതിൽ കൊടുത്തിട്ടുള്ള സൂചനകൾ നോക്കിയും ചികിത്സിക്കാം. അതായത് ഇപ്പൊ ഇതിനകത്ത് ചാപ്റ്റേഴ്സ് സാമാന്യം, മനസ്സ്, തല, ദഹനേന്ദ്രിയം, ജനനേന്ദ്രിയം, ശ്വസനേന്ദ്രിയം, ഹൃദയം, പുറം, കൈകാലുകൾ, ത്വക്ക്, ഉറക്കം, പനി, ഔഷധ ബന്ധങ്ങൾ, ഔഷധമാത്ര, കുട്ടികൾ, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്കൊരു ഷൂട്ട് ആൻഡ് സൈറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം എന്നാണ് സാറ് പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ ആ ബുക്കിന്റെ അതിലേക്ക് പോകുന്നതിന് മുമ്പേ സാറിന്റെ ഫസ്റ്റ് ബുക്കിലുള്ള 1-2 തെറാപ്യൂട്ടിക്സ് നമുക്ക് പറഞ്ഞു പോകും. കാര്യം കുട്ടിന്റെ കൂടെ പീര എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഹോമിയോക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് തെറാപ്യൂട്ടിക്സ് കിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ഏത് ക്ലാസ് ആയിരുന്നാലും. അപ്പൊ സാറിന്റെ തെറാപ്യൂട്ടിക്സ് ആണ് ഹാർട്ട് ബേൺ. നെഞ്ചരിച്ചിലായിട്ട് വരാറുണ്ടല്ലോ, നെഞ്ചരിച്ചിൽ മിക്കവാറും നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു കേസാണ്. ഹാർട്ട് ബേൺ വിത്ത് ഫ്ലാറ്റുലൻസ് ആയിട്ട് വരുന്ന കേസ് ആണെങ്കിൽ കാർബോവെജ് 3x, റൊബൈന 3x, സൾഫ്യൂരിക് ആസിഡ് 30, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സാഹചര്യം അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ക്രോണിക് ആയിട്ടുള്ളൊരു പിന്നെ 30 സ്റ്റാർട്ട് ചെയ്യണം എന്ന് സാറ് പറയാറുണ്ട്. 30 സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ മിനിമം ഡോസ് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് സാറ് ഇടയ്ക്ക് പറയാറുണ്ട്. ഇനി പാല് കുടിച്ചിട്ടാണ് വരുന്ന നെഞ്ചരിച്ചിലെങ്കിൽ അംബ്രാഗ്ലീസിയാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ മധുരം കഴിച്ചിട്ട് വരുന്ന നെഞ്ചരിച്ചിലാണെങ്കിൽ സിംഗം മെറ്റാണ്, മധുരം കഴിച്ചിട്ട് വരുന്നതാണെങ്കിൽ സിംഗം മെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സിംഗം മെറ്റ് മധുരം കഴിച്ചു വരുന്ന നെഞ്ചരിച്ചിൽ മാത്രമല്ല, നമ്മുടെ വയറിനകത്ത് ഒരു എരിച്ചിലുണ്ടെങ്കിലും ഈ സിംഗം മെറ്റ് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ഹാർട്ട് ബേൺ വിത്ത് സോർ ഇറക്ടേഷൻ, അതായത് നെഞ്ചരിച്ചിലിനോടൊപ്പം തന്നെ പുളിച്ചു തുകിട്ടലാണ് ഡോക്ടറെ എന്ന് പറഞ്ഞു വരുന്ന കേസസിൽ നാട്രോൺ ഫോഴ്സ് 30, നെക്സ്വാം 30, ഇതാണ് ഹാർട്ട് ബേണിലായിട്ട് സാറിന്റെ ഓൺ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി റിസൾട്ട്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സാമാന്യത്തില് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഇതില് സാറ് ക്യാപ്സിക്കത്തിനെ പറ്റി പറയുന്ന ഒരു വാചകമുണ്ട്. അയഞ്ഞ പേശിയുള്ളവരും മടിയന്മാരുമായ ആളുകളിൽ നന്നായി തിരഞ്ഞെടുത്ത ഔഷധം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഈ ഔഷധം ഉപയോഗിക്കുക. അതില് ക്യാപ്സിക്കം പറയുന്നുണ്ട്. അതായത് അയഞ്ഞ പേശിയുള്ളവരും മടിയന്മാരുമായ ആളുകളിൽ, ഇത് ഞാൻ എവിടെയാണ് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാല് എനിക്ക് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. കാരണം ഒത്ത പൊക്കം ഒത്ത വണ്ണം. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് കൽക്കേരിയ കാർബെന്ന് തോന്നുന്ന തരത്തിൽ സ്ലഗിഷ് ആയിട്ടുള്ള ഒരാൾ. ജോലിയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും, പക്ഷെ പുള്ളിയായിട്ട് എഫേർട്ട് ഇട്ടൊന്നും ചെയ്യില്ല. ആ ഒരു സാഹചര്യം അനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം എന്നുള്ളതേ ഉള്ളൂ. ഈ പുള്ളിക്ക് വന്നിട്ട് സ്ഥിരമായിട്ട് ഒന്നിൽ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ഉണ്ട്, അതുപോലെ തന്നെ വെരിക്കോസ് ഉണ്ട്, അല്ലെങ്കിൽ H. പൈലോറിയുടെ ഇൻഫെക്ഷൻ മൈൽഡായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പല പല മെഡിസിൻസും കൊടുത്തിരുന്നു. അപ്പൊ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം അല്ലെങ്കിൽ പാലിയേഷൻ എന്നുള്ള ആ ഒരു ഇഫക്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ക്യാപ്സിക്കം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. അപ്പൊ ക്യാപ്സിക്കം 30 കൊടുത്തു. പിന്നെ ഈ മിനിമം ഡോസും ഞാനായിട്ട് ചേരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ക്യാപ്സിക്കം വന്നിട്ട് BD ആയിട്ടാണ് കൊടുത്തത്. അങ്ങനെ ഒരു 1 വീക്ക് ക്യാപ്സിക്കം 30 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 200 ആക്കി. അത് കഴിഞ്ഞ് ഞാൻ വീക്കിലി വൺസ് ആയിട്ട് ഒരു 3 വീക്സ് ഞാൻ വണ്ണം കൊടുത്തിരുന്നു. ആ പേഷ്യന്റിന്റെ വൈഫ് പറഞ്ഞതാണ്. പേഷ്യന്റ് വന്നിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആണ്, ആ പറഞ്ഞ ഫിസിക്കൽ സിംറ്റംസ് ഒന്നും ഇല്ല, പ്ലസ് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് പുള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു മടി മാറി കിട്ടി, പുള്ളി കുറച്ചും കൂടെ ഊർജ്ജസ്വലനായി എന്നുള്ളത്. അപ്പൊ എനിക്ക് ആദ്യം കിട്ടിയൊരു റിസൾട്ട്, ഈ ബുക്കിൽ നിന്ന് ആദ്യം കിട്ടിയൊരു റിസൾട്ട് ആണ് ക്യാപ്സിക്കത്തിൻ്റെത്. അപ്പൊ അത്
അയഞ്ഞ പേശിയുള്ളവരും മടിയന്മാരുമായ ആളുകളിൽ നന്നായി തിരഞ്ഞെടുത്ത ഔഷധം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഈ ഔഷധം ഉപയോഗിക്കുക. അതാണ് ക്യാപ്സിക്കം പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഈ തണുപ്പ് കാലത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരിലൊക്കെ, അതെനിക്ക് സാദത് സൈറ്റ് സാറാണ് എനിക്ക് കുറച്ചും കൂടെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് 3 years ബാക്ക് തന്നിട്ടുള്ളത്. അതായത് വെക്കേഷനൊക്കെ പുറത്ത് തണുപ്പ് കാലത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക്, ആസ്മ, അലർജി, മറ്റു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് മെഫൈറ്റിസ് നമുക്ക് കൊടുത്തേക്കുമ്പോൾ അത് TDS ആയിട്ടോ BD ആയിട്ടോ നമ്മൾ ഒരു 5 days കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു റെക്കറൻസ് കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് അത് വരാതെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ഇപ്പൊ നമ്മള് കൊക്കയൊക്കെ നോക്കുകയാണെങ്കിൽ അത് വന്നിട്ട് ഹൈറ്റ് കൂടുന്തോറും വരുന്ന ബുദ്ധിമുട്ട്, തലവേദന, അങ്ങനെയൊക്കെയാണ്. ഇത് ഈ തണുപ്പ് എന്ന് പറഞ്ഞത് ഏത് സ്ഥലത്ത്, ഇപ്പൊ തണുപ്പ് മാത്രമല്ല, ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ട് ഒരു സ്ഥലത്ത്, ഒരു നോർമൽ ഉള്ള പ്ലേസിൽ തന്നെ ഫുള്ളി എയർ കണ്ടീഷൻസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പോലും നമുക്ക് ധൈര്യമായിട്ട് മെഫൈറ്റിസ്, IG ഒക്കെ സൗണ്ട് കുറഞ്ഞു IG ഒക്കെ ഹൈ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ AAC കൗണ്ട്, ഇസ്നോഫിൽ, ഇതൊക്കെ കൂടി നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ പേഷ്യന്റിന്റെ മാത്രമല്ല വീണ്ടും പേഷ്യന്റിന് തരാൻ കപ്പാസിറ്റി ഉണ്ട് മെഫൈറ്റിസിന് എന്നാണ് എൻ്റെ ഒരു അനുഭവം. അപ്പൊ മെഫൈറ്റിസിൽ എന്താന്ന് പറഞ്ഞാല് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ ആസ്മ സുഖം പ്രാപിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷണമാണ്. അതായത് ആസ്മ സ്വാഭാവികമായിട്ടും തണുത്ത വെള്ളവും അവരുമായിട്ട് ചേരില്ലല്ലോ. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ ആസ്മ സുഖം പ്രാപിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷണമാണ്. ഇതൊരു പക്ഷെ ഈ ഒരു ഔഷധത്തിൽ മാത്രമാണുള്ളത്. ഈ രോഗികൾക്ക് അതിശൈത്യത്തെ നേരിടാനുള്ള ശക്തിയുണ്ട്. അപ്പൊ ഇതിൽ നിന്നും എനിക്ക് പേഴ്സണലി 2 കാര്യങ്ങളാണ്. അതിശൈത്യത്തെ നേരിടാനുള്ള ശക്തി ഉണ്ട് എന്ന് എനിക്ക് ഒരു സാറിൽ നിന്ന് കിട്ടിയ അറിവാണ്. രണ്ടാമത് വന്നിട്ട് ഇങ്ങനൊരു കാര്യം കൂടെ വന്നതിന് ശേഷം ഈ മെഫൈറ്റിസിന് ഞാനിപ്പം ഈ ഒരു കാറ്റഗറിയിൽ റെഗുലർ ആയിട്ട് ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാല് ബെൻസോയിക് ആസിഡ് പോലെ, ഇപ്പം നമുക്കറിയാം യുറിക് ആസിഡ് ഉള്ള പേഷ്യൻസിന് നമുക്ക്, അതുപോലെ ജോയിന്റ് പെയിൻ ഒക്കെ ഉള്ള പേഷ്യൻസിന് പെട്ടെന്ന് നമുക്കൊരു യുറിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് ആപ്റ്റ് ആണ്. ഇനി അതല്ല ജോയിന്റ് പെയിൻസ് ഒക്കെ ഉള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ ഉള്ള പേഷ്യൻസിന് നമുക്ക് പെട്ടെന്ന് ഒരു മെഡിസിൻ ഈ പറഞ്ഞ പോലെ കുറയ്ക്കാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് നമുക്ക് തോന്നുമ്പോൾ അത് പെട്ടെന്ന് കുറയും എന്ന് വിശ്വാസം വരുത്തി തന്ന ഒരു മരുന്നാണ് ബെറിബറിസ് വൾഗാരിസ്. നല്ല ആക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ബെൻസോയിക് ആസിഡ് പോലെ ഈ ഔഷധവും വാതരോഗങ്ങൾക്ക് പ്രധാനമായി യോജിച്ചതാണ്. ചെറിയ സന്ധികളിലെ വാദം, അതാണ് ബെറിബറിസ് വൾഗാരിസിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് പറയുന്നത്. അത് ശരിക്കും നമുക്ക് അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ടിഷ്യൂ സോൾട്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ടിഷ്യൂ സോൾട്ടിലേക്ക് നമ്മളിപ്പോ അത് ഓരോരുത്തരുടെ ഡോസേജ് ഡിഫറെന്റ് ആണല്ലോ. ആ ടിഷ്യൂ സോൾട്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു 5 drops അല്ലെങ്കിൽ ഒരു 7 drops ടിഞ്ചർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്ന മെഡിസിൻസ് ആണെങ്കിൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു 40% അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അത് പൊടിഞ്ഞാലും സാരമില്ല, മെഡിസിൻ യൂസ് ചെയ്യാം. അപ്പൊ ആ പൊടിയുന്ന ആ മരുന്ന് എത്ര വീതം എന്നുള്ളത് കൂടി നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അല്ല എങ്കിൽ അവരത് മരുന്ന് ചീത്തയായത് എന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തത് പെട്ടെന്ന് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോയതാണ് എന്നുള്ളൊരു ഫീലിലേക്ക് വരാതിരിക്കാൻ അത് നമുക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ആർത്തവ വിരാമ കാലങ്ങളിൽ തടിച്ച സ്ത്രീകൾ കാണപ്പെടുന്ന, അതായത് നല്ല വണ്ണമുള്ള സ്ത്രീകളിൽ കാണപ്പെടുന്ന അസുഖങ്ങൾ നിസ്സാരമായ മാനസിക ക്ഷോഭം കൊണ്ട് വേഗത്തിലുള്ള നെഞ്ചിടിപ്പ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ സെൽഫിയ, ഇഗ്നേഷ്യ, സാഫി അല്ലെങ്കിൽ നമ്മളുടെ ഫ്ലവർ മെഡിസിൻസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അത്രത്തോളം ഒരു തൽക്കാല ശമനം എന്നുള്ളതല്ലാതെ അത്രത്തോളം റിസൾട്ട് ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ കൽക്കേരിയ ആഴ്ച നമ്മൾ കൊടുക്കുമ്പോൾ അത് ഒരു ഹൈപ്പർടെൻസി ഒരു ഡോസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ആർത്തവ വിരാമ കാലങ്ങളിൽ തടിച്ച സ്ത്രീകളിൽ കാണപ്പെടുന്ന അസുഖങ്ങൾ നിസ്സാരമായ മാനസിക ക്ഷോഭം കൊണ്ട് വേഗത്തിലുള്ള നെഞ്ചിടിപ്പിന് നമുക്ക് കൽക്കേരിയ ആഴ്ച കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈഡ്രോകോട്ടൈലിന്റെ ഒരു ആക്ഷൻ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാല് തൊലി കട്ടിയായി അടർന്നു പോവുക, ധാരാളം വിയർപ്പ് എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ചർമ്മത്തിന്റെ മുകൾ ഭാഗം കട്ടിയായി ചെതുമ്പൽ പോലെ അടർന്നു പോവുകയും ചെയ്യുക, നിവർന്ന് നിൽക്കാനോ ഇരിക്കാനോ കഴിയായിക, ഗർഭാശയത്തിൽ വ്രണം. ഇത് ഹൈഡ്രോകോട്ടൈലിനെ പറ്റി പറയുന്നതാണ്. ഒരു ഇക്തിയോസിന്റെ കേസ് ഉണ്ട്.
അതായത് ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്താൽ മാത്രമേ അത് പുറത്തിറങ്ങുള്ളൂ. അപ്പം അത് അങ്ങനെ ഒരു വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലുള്ള കുട്ടിയല്ല. കുട്ടി അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം എനിക്ക് തോന്നുന്നു 300 or 350 ആണ് പെർ ബോട്ടിലിന്റെ ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മാസം അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് അതിനു വേണ്ടി മാത്രം ആവുന്നുണ്ട്. അപ്പൊ എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട്, എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പാർട്ട് ടൈം ജോലി വേറെ ഒന്നുമില്ല, അറ്റ്ലീസ്റ്റ് ഈ ക്രീം വാങ്ങാൻ എനിക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ മോൾക്ക് ഞാൻ വന്നിട്ട് ഈ ഹൈഡ്രോകോട്ടയില് ഇത് ഓയിലിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. ഒരു 10 ml നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 40 or 50 ml ആട്ടിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ, ഇത് രണ്ടാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതല്ല, ഒന്നുകിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കണം, അല്ല എങ്കിൽ അത്രയും വിശ്വസ്തമായ എവിടെന്നെങ്കിലും അത് എടുക്കുന്നതായിരിക്കണം. അപ്പൊ അതിന് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്, നല്ല റിസൾട്ടാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഇടയിലാണെങ്കിലും അല്ല പബ്ലിക്കിന്റെ ഇടയിലാണെങ്കിലും എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു കാര്യമാണ് ആക്ച്വലി ഇത് വണ്ണം കുറയ്ക്കുക എന്നുള്ളത്. ഇപ്പം ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് വണ്ണം കൂടാം, അല്ലെങ്കിൽ അവരവരുടെ ഇനാക്ടിവിറ്റി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടായിരിക്കാം. ഇനി എന്ത് കാരണം കൊണ്ട് തന്നെ വന്നതാണെങ്കിലും അവർക്കത് വലിയ സ്ട്രെയിൻ ഇല്ലാതെ കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കലോട്രോപ്പിസ് ഒരു ഫൈറ്റുലാക്ക ഫ്യൂക്കസ് ഒക്കെ നമ്മൾ കൊടുക്കാമെങ്കിലും അത്രത്തോളം എനിക്ക് തോന്നുന്നു നമുക്കൊരു കോൺഫിഡൻസ് അത്ര നന്നായിട്ട് തരുമെന്ന് തോന്നുന്നില്ല. കലോട്രോപ്പിസ് അമിതവണ്ണത്തിന് നല്ലൊരു ഔഷധമാണിത്. 1, 2, 3 മാസക്കാലം ഇത് കഴിച്ചു കഴിയുമ്പോൾ രോഗിക്ക് നല്ല ആരോഗ്യം ലഭിക്കും. ശരീരത്തിൽ മാംസത്തിന്റെ അളവ് കുറയുകയും അതോടൊപ്പം പേശികൾ ദൃഢമാവുകയും ചെയ്യും. ത്വക്കിലെ രക്തചംക്രമണം കൂടുകയും ചെയ്യും. ഇത് ആക്ച്വലി ഈ സ്കിന്നിലെ സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി മെഡിസിൻസ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തൊലി ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അയ്യോ മുഖം വലിഞ്ഞു പോയി, അതുകൊണ്ട് ഇനിയിപ്പം ഞാനിത് ചെയ്യണോ, ഡോക്ടറെ അമ്മ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു വേറെ ആരെങ്കിലും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരില്ല. അപ്പൊ അങ്ങനെ തൊലി ചുളുങ്ങുന്ന സമയത്ത് ഇവർക്ക് ആക്ച്വലി ഇവരുടെ നിറം കുറഞ്ഞു പോയതായി തോന്നാറുണ്ട്. അപ്പൊ ഈ നിറം കുറഞ്ഞു പോയി എന്നുള്ളൊരു കാരണം കൊണ്ട് അവർ ആ മെഡിക്കേഷൻ പ്രോപ്പറായിട്ട് എടുക്കാതിരിക്കാറും ചെയ്യുന്നുണ്ട്. പക്ഷെ കലോട്രോപ്പിസിന് അങ്ങനെ ഒരു പ്രശ്നമില്ല, നിറമൊന്നും കുറയില്ല. അവിടെ ഒരു വലിവ് വന്നാലും അത് നമുക്ക് വലുതായിട്ട് അറിയാനും സാധിക്കില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള മെഡിസിൻ തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല കമ്പനിയുടെയും ടിഞ്ചേഴ്സ് യൂസ് ചെയ്യുമല്ലോ, അപ്പോഴത്തെ ആ ഒരു അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അപ്പൊ അതിനകത്ത് എന്താന്ന് വെച്ചാല് നല്ല ക്വാളിറ്റി ഉള്ള മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന തുള്ളി മീൻസ് അവരുടെ ക്ഷീണം ഉണ്ടാക്കുന്ന കാണാറുണ്ട്, അല്ലെങ്കിൽ 2-3 ദിവസം ആ മരുന്നായിട്ട് ഇതാവാൻ വേണ്ടി ടൈം എടുക്കുന്നത് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ക്വാളിറ്റി കുറവായിട്ട് നമുക്ക് തോന്നുന്നതിന്റെ തുള്ളിയുടെ എണ്ണം കൂട്ടുക, നല്ല ക്വാളിറ്റി ഉള്ള മെഡിസിൻസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വന്നിട്ട് തുള്ളിയുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ധാരാളം മരുന്നുകൾ നൽകിയതിന്റെ ഫലമായി രോഗിയിൽ ഒരു ഓവർ സെൻസിറ്റിവിറ്റി ഉണ്ടാവുകയും മരുന്നുകൾ ഒന്നും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് അനുയോജ്യമായിരിക്കും. അതാണ് ടിക്രേൻ. അതായത് എന്തെങ്കിലും അസുഖം വന്നു, അലോപ്പതി മോഡേൺ മെഡിസിനുള്ള അത്യാവശ്യം ഫേമസ് ആയ സ്പെഷ്യലിസ്റ്റുമാരൊക്കെ കണ്ടും കറങ്ങിയൊക്കെ തീർന്നു, നല്ലൊരു തുകയും ആ വഴിയിൽ പോയി കിട്ടി. പിന്നെ അടുത്ത് ഹോമിയോ ഡോക്ടറുടെ ഊഴാണോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറുടെ ഊഴാണ്, അല്ലെങ്കിൽ അതുപോലെ പിന്നെ ഒറ്റമൂലിക്കാരെ സമയമാണ്. പിന്നെ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അറിയാമായിരിക്കുമല്ലോ, കുറെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റ്, ആ ജ്യൂസ് കുടിച്ചാൽ മതി, ഈ ജ്യൂസ് കുടിച്ചാൽ മതി, അവരുടെയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ എത്തുന്ന കേസസിൽ അപ്പൊ ഇവര് മീൻസ് ചിലപ്പോൾ റെഫറൻസിലായിരിക്കും വരിക. റെഫറൻസിൽ വരുന്ന കേസ് ആണെങ്കിൽ നമ്മൾ തന്നെ പേഷ്യന്റ് നല്ല റിസൾട്ട് കിട്ടിയ റെഫറൻസിന്റെ കേസിലാണ് വരുന്നതെങ്കിൽ അവർ ആദ്യമേ പറയുന്നതായിരിക്കും പറഞ്ഞത്, ഡോക്ടറെ എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ നമ്മളെ കുറെ പുകഴ്ത്തി പറയും. അപ്പൊ ആ സ്പോട്ടിൽ നമ്മൾ ആലോചിക്കണം, ഈ പേഷ്യന്റ് നമുക്കൊരു കോടാലി ആയിരിക്കും ഭാവിയിൽ. കാര്യം ഈ പുകഴ്ത്തി പറയുന്നതൊക്കെ
വളരെ കുറച്ച് ദിവസത്തേക്ക് കാണുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ അടുത്ത ആളുടെ അടുത്തും പോയി നമ്മൾ ഈ പറഞ്ഞത് മറ്റുള്ളവരെ പറ്റി പറഞ്ഞത് ലിസ്റ്റിൽ നമ്മൾ ഇവിടെ ആഡാക്കി അടുത്ത സ്ഥലത്ത് പറയും. ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉള്ളത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചത്തെ മരുന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു 2 ആഴ്ചത്തെ മരുന്നായിരിക്കും. മരുന്ന് കഴിച്ച അന്ന് രാത്രി മുതൽ നമുക്ക് മെസ്സേജ് വരും, അല്ലെങ്കിൽ പിറ്റേന്ന് തൊട്ട് മെസ്സേജ് വരും, ഡോക്ടർ ദൈവമാണ്, ഡോക്ടർ മാലാഖയാണ്, ഞാൻ എന്തുകൊണ്ട് ഇത്ര നാൾ കണ്ടെത്തില്ല, പിന്നെ ഞാൻ ഇത്രയും ദിവസവും നഷ്ടപ്പെടുത്തി പോയല്ലോ, ഡോക്ടർക്ക് എന്താണ് വേണ്ടതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ മനസ്സിൽ കുറിച്ചോളണം, ഒരു കൂടിപ്പോയ ഒരു 6 ആഴ്ച, ഇത് എത്രയോ ദിവസം, 6 ആഴ്ച, ആറാഴ്ചക്കകത്ത് ഒന്നുകിൽ അവർ ട്രീറ്റ്മെന്റ് നിർത്തിയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അയ്യോ മരുന്നിന് പൈസ കൂടുതലാണ്, അല്ലെങ്കിൽ പൈസ കുറവാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് ഇങ്ങനെ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ, ആനയാണ് ചേനയാണ്, വീട്ടിൽ എന്റെ സാഹചര്യം പറ്റില്ല. അപ്പൊ അങ്ങനെ ആ ഒരു കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ മരുന്ന് എന്ന് പറഞ്ഞാൽ ട്യുക്രിയാണ്, അതായത് ധാരാളം മരുന്നുകൾ നൽകിയതിന്റെ ഫലമായി രോഗിയിൽ ഒരു ഓവർ സെൻസിറ്റിവിറ്റി ഉണ്ടാവുകയും മരുന്നുകൾ ഒന്നും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് അനുയോജ്യമായിരിക്കും. ഇനിയുള്ളത് വയസ്സിന്റെ പരിവർത്തനം, അതായത് ചേഞ്ച് ഓഫ് ലൈഫ്. ശൈശവം മാറി കൗമാരാവസ്ഥ വരിക, കൗമാരാവസ്ഥ മാറി യൗവനം, യൗവനം മാറി വാർദ്ധക്യം എന്നിങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ സന്ധികളിൽ വരുന്ന രോഗങ്ങൾക്ക് ഈ ഔഷധം ഓർക്കണം. ലക്ഷണങ്ങൾ ചേർന്ന് കിട്ടിയാൽ ആ വക സുഖക്കേടുകൾക്ക് ഈ മരുന്നിനാൽ ശമനം കിട്ടും. അതാണ് സിൻസിഫ്യൂഗ. സിൻസിഫ്യൂഗയെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിലെ ചേഞ്ചസിലും ആ ഓരോ ഭാഗം നമ്മൾ ക്രോസ് ചെയ്ത് വരുമ്പോഴും ആ ഭാഗത്തൊക്കെ നമ്മുടെ സന്ധികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ചിലപ്പോൾ വേദനയായിരിക്കാം, വീർക്കെട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാക്കിംഗ് സൗണ്ട് കേൾക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ചുമക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വേദന വരും പക്ഷെ അത് നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ തുടക്കത്തിലൊക്കെ അങ്ങനെ ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സിൻസിഫ്യൂഗ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് കുറെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാല് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ എല്ലാവരുടെ കയ്യിലും കുറെ പുസ്തക ശേഖരങ്ങൾ ഉണ്ടായിരിക്കും. അതില് ചില പുസ്തകങ്ങൾ എനിക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ സാധാരണ നമ്മൾ പല സാധനങ്ങളും വാങ്ങാൻ കയറാറുണ്ട്. ഞാൻ ആകെ കയറാറുള്ളത് ബുക്ക് വാങ്ങാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അതിന് ഹോമിയോ എന്ന് എഴുതിയിരുന്ന എനിക്ക് അങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. അത് വേറെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ, കാര്യം കുറെ ബുക്സ് നമ്മൾ വാങ്ങുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ മൊത്തം കൊടുത്ത ആ ബുക്കിന്റെ വില എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരൊറ്റ ലക്ഷണം മാത്രമായിരിക്കും നമുക്കത് യൂസ്ഫുൾ ആയിട്ട് കിട്ടുക. അപ്പൊ നമുക്ക് ഒരെണ്ണം നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളിത് വായിച്ച് നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുമ്പോൾ നിർബന്ധമായിട്ടും അത് മനസ്സിലാവും. കാര്യം ഞാൻ കുറെ വിട്ടിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഫീൽഡിലാണ് ചിലപ്പം ഞാൻ വിടുന്നതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. വ്യസനത്തിന്റെയും മാനസിക അധ്വാനത്തിന്റെയോ ഫലമായി അകാല നരയും മുടി കൊഴിച്ചിൽ. നമുക്കറിയാം മുടി കൊഴിച്ചില്, കഷണ്ടി, മറ്റു കാര്യങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നിപ്പോ 19 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു മോൻ, അവന് വന്നിട്ട് അകാല നര പ്ലസ് മുടി കൊഴിച്ചിലുണ്ട്, അതുപോലെ പാട പോലെ ഇളകി വരുന്ന താരൻ. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് പക്ഷെ പുള്ളിക്കാരൻ ഹാപ്പിയാണ്, അങ്ങനെ മറ്റ് മാനസിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇവിടെ ഫോസ്ഫോറിക് ആസിഡ് ആണ് പറയുന്നത്. ഫോസ്ഫോറിക് ആസിഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ വ്യസനത്തിന്റെയോ മാനസികാധ്വാനത്തിന്റെയോ ഫലമായി അകാല നരയും മുടി കൊഴിച്ചിലാണ് ഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ക്യാംഫർ ആണ് അടുത്ത് പറയുന്നത്. ശരീരമാസകലം ഐസ് പോലെ തണുത്ത് നാടി ക്ഷയിച്ചു പെട്ടെന്ന് തളർന്ന് രോഗി ബോധം കെട്ട് വിടുന്ന, മോഹാലസ്യപ്പെടുന്ന ഏത് അവസരത്തിലും ഈ ഔഷധം പഞ്ഞിയിൽ മുക്കി മണപ്പിക്കുകയോ പഞ്ചസാരയിൽ ചേർത്ത് 3-4 ഡോസ് 10 മിനിറ്റ് ഇടവിട്ട് സേവിക്കുകയോ ചെയ്യാം. അപ്പോ ഞാന് ഇതുപോലെ ചെയ്ത് നോക്കി, അങ്ങനെ ഒരു പേഷ്യന്റ് എനിക്ക് കിട്ടിയില്ല, അന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പകരം ഞാൻ റണ്ണിങ് ഡോസ് ആയിട്ട് വന്നൊരു കേസ്, ഒരു 4 ദിവസമായി കാണും റണ്ണിങ് ഡോസ്. അപ്പം ഇത് IG കൗണ്ട് വന്നിട്ട് 4000 എബോ ആയിരുന്നു വരുമ്പോ, ഇപ്പൊ അത് 700 സംതിങ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷെ ഇപ്പം ആ കുട്ടി റൂം ചേഞ്ച് ചെയ്തപ്പം ഡസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇതായപ്പോ വന്നതാണ്.
അപ്പൊ ഞാൻ അകത്ത് മരുന്നെടുക്കുമ്പോൾ ഈ കൊച്ചു പുറത്തിരുന്ന് ഇങ്ങനെ സ്നീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മൂക്കൊലിക്കുന്നുണ്ട്. അപ്പൊ ഫാൻ ഓഫ് ചെയ്യണമെന്ന് വെച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ തിരിച്ചു പോകുമെന്ന് വെച്ചു. പോവും. എന്താണെന്നറിയില്ല, എന്നെ ഈ മാഡം ഡോക്ടറിനൊക്കെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ചേച്ചി എന്നോ മോളെ എന്നൊക്കെ വിളിക്കുന്നതാണ്. അപ്പൊ ഈ പേഷ്യന്റ് എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ അകത്ത് മരുന്ന് എടുത്തോണ്ടിരിക്കുമ്പോ ഈ കൊച്ചു എന്റെ അടുത്ത് 1-2 തവണ ചോദിച്ചു, ചേച്ചി ഈ റണ്ണിങ് ന്യൂസ് ഒന്ന് നിർത്തിത്തരോ, എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേച്ചി, ഇറിറ്റേറ്റ് ചെയ്യുന്ന ചേച്ചി, പെട്ടെന്ന് എനിക്ക് അതൊന്ന് എങ്ങനെയെങ്കിലും നിർത്തിത്തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ തോൽക്കാൻ അല്ലെങ്കിൽ ഇരിക്കാൻ കുറച്ച് സമയം എടുക്കുമെന്നൊക്കെ പറയാൻ എനിക്ക് സത്യം പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം അസുഖം പറയാനാണല്ലോ ഇവര് നമ്മുടെ അടുത്ത് സ്വാഭാവികമായിട്ടും വരുന്നത്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. നമ്മളെ ഡ്രോപ്പർ ബോട്ടിലിന്റെ അടപ്പുണ്ടല്ലോ, ആ ഡ്രോപ്പർ ബോട്ടിലിന്റെ അടപ്പെടുത്തിട്ട് അതില് ഒരു തുള്ളി യൂക്കാലിപ്റ്റസിന്റെ ടിഞ്ചർ ഒഴിച്ചു. ഒരേ ഒരു തുള്ളി ആ യൂക്കാലിപ്റ്റസ് ടിഞ്ചർ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ ഒരു തുള്ളി യൂക്കാലിപ്റ്റസിന്റെ ടിഞ്ചർ ആ കൊച്ചിന്റെ നാക്കിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഒരു ഡ്രോപ്പർ ബോട്ടിലിന്റെ ബോട്ടിലിൽ ഇത് വായിച്ച ഒരു ഓർമ്മ എന്റെ അത് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഈ സെന്റൻസ് വായിച്ച ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ ഒരു ഡ്രോപ്പ് ക്യാൻസർ 3x ഒരു ഡ്രോപ്പ് അതിലേക്ക് ഒഴിച്ചു. ആ ഡ്രോപ്പ് ഒഴിച്ച് കൊച്ചിന്റെ കയ്യിൽ കൊണ്ടുപോകും. കൊച്ചല്ല 21 or 22 ഇയേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇതിങ്ങനെ സ്മെല് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഞാൻ സ്മെല് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ ബാക്കി മെഡിസിൻ എടുക്കാൻ വേണ്ടി അകത്ത് പോയി. അതുവരെ എനിക്ക് സൗണ്ട് കേൾക്കാം, അതായത് ഈ കൊച്ചി തുമ്മുന്നതും ചീറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള സൗണ്ട് എനിക്ക് കേൾക്കാം. അപ്പൊ അതാണ് ഞാൻ ഫാൻ ഓഫ് ചെയ്യണോ മോനെന്ന് വെച്ചു. ഓഫ് ചെയ്യണ്ടെന്നും പറഞ്ഞു. പക്ഷെ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് അത് സൈലന്റ് ആയി, കൊച്ചു സൈലന്റ് ആയി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇവൻ കാണാതെ പതുക്കെ വന്ന് ഇങ്ങനെ എത്തി നോക്കുകയാണ്, ഈ പുറത്തോട്ട് എങ്ങാനും പോയോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഫാർമസിന്ന് പതുക്കെ വന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ആശ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ടേബിളിൽ ഇരുന്ന് ഏതൊരു ബുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായിക്കുന്നില്ല, മറിച്ച് ബുക്സ് എപ്പോഴും ഞാൻ അവിടെ വെച്ചേക്കും. അപ്പൊ ഇന്നിങ്ങനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് എന്തോ ഒരു സന്തോഷം. അപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ഈ മെഡിസിൻ ഡിസ്പെൻസ് എഴുതുന്ന സമയത്തൊക്കെ ഇവൻ അതിലൊന്നുമില്ല, എല്ലാം ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. വീണ്ടും ഇങ്ങനെ വഴിച്ചിട്ട് എൻ്റെ അടുത്ത് വരാണ്, ചേച്ചി ഈ മരുന്ന് കൊള്ളാൻ കേട്ടോ, ഈ പുതിയ മരുന്ന് എനിക്ക് കുറച്ച് തരുമോ, ഞാനത് ഞാൻ മോനെ ഇത് അങ്ങനത്തെ മരുന്നല്ല, അത്യാവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള മരുന്നാണ്, സ്ഥിരം മെഡിസിൻസ് ഒക്കെ കൊടുത്തു വിട്ടത്. അപ്പൊ നമുക്കിത് ആവശ്യഘട്ടത്തിൽ പ്രയോഗിച്ചു നോക്കാന്നുള്ളതാണ് കേട്ടോ. ഇത്ര നാൾ എനിക്കിത് ഞാൻ എന്തുകൊണ്ട് പ്രയോഗിച്ചില്ല എന്നൊരു വിഷമവും സത്യം പറഞ്ഞാല് എനിക്ക് ഇന്നലെ തോന്നും. ഇന്നലെ അല്ല, 2 ദിവസമായി, ഇന്നലെ വന്നു. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നും. ഓക്കെ. അപ്പൊ ശരീരമാസകലം ഐസ് പോലെ തണുത്ത് മാടി ക്ഷയിച്ചു പെട്ടെന്ന് തളർന്ന് രോഗി മോഹാലസ്യപ്പെട്ട് ഇങ്ങനെ പോകുന്ന ഏതൊരവസരത്തിലും ഈ ഔഷധം കഞ്ഞിയിൽ മുക്കി മണപ്പിക്കുകയോ പഞ്ചസാരയിൽ ചേർത്ത് 3-4 ഡോസ് 10 മിനിറ്റ് ഇടവിട്ട് സേവിക്കുകയോ ചെയ്യാം. അതാണ് ക്യാൻസർ. അതുപോലെ തന്നെ എനിക്ക് സത്യം പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ, എനിക്കൊരു ഇഷ്ടം തോന്നിയ ഒരു മരുന്നാണ് കേട്ടോ. ചെറുപ്പകാലത്ത് താന്തോന്നികളായി വളർന്നു വന്ന പെൺകുട്ടികളുടെ രോഗങ്ങൾക്ക് ഈ ഔഷധം നല്ലതാണ്. ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ഈ സെക്ച്വലി റിലേറ്റഡ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളുടെ ആ ടെൻഡൻസിയും അവരെന്തൊക്കെയാണ്, എല്ലാ കുട്ടികളും അല്ല, പ്രൊവൈഡഡ് അങ്ങനെയൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ബുക്ക് എനിക്ക് എന്ന് കിട്ടിയോ അപ്പം മുതൽ, അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ അങ്ങനത്തെ കുറച്ച് കുട്ടികൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത കുട്ടികളുണ്ടല്ലോ, അവർക്ക് മീൻസ് അവരിനി എന്ത് അസുഖത്തിന് വന്നാലും ഞാൻ ഇത് കൃത്യമായിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് മോസ്കസ് വന്നിട്ട് ഞാൻ 30 ഒരു 2 ഡോസ് ആ വരുന്ന ദിവസം രാവിലെ, അടുത്ത ദിവസം ദിവസം രാത്രിയിലും അടുത്ത ദിവസം കുഴപ്പമില്ല. മാറ്റങ്ങൾ ഇതുകൊണ്ട് മാറ്റം വന്നോ വന്നില്ലേ എന്നുള്ളതല്ല, അവരെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നോ വന്നില്ലേ എന്നുള്ളതല്ല, അവർക്ക് റണ്ണിങ് ആയിട്ട് അപ്പം ഉണ്ടായിരുന്ന അസുഖങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. അതാണ് ഇതിന്ന് എനിക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല്, പിന്നെ നമുക്കറിയാം സുംബലിന്റെ കാര്യം അറിയാം. ആ ടിഞ്ചർ വന്നിട്ട് കൊളസ്ട്രോളിന് കൊടുക്കുന്നതാണ്. എന്റെ പരിമിതമായ അറിവില് അത് കൊളസ്ട്രോളിന് കൊടുക്കുന്നതാണ്. ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ആക്ഷൻ തരും എന്നുള്ളൊരു അറിവാണ് എനിക്ക് ഉണ്ടായിരുന്നത്.
പക്ഷെ സ്ഥിരാക്ഷീണം മാറ്റുവാനുള്ള ടോണിക് രുചിയും ദഹനവും വർദ്ധിപ്പിക്കുന്നു. മെലിഞ്ഞ് വിളർച്ചയുള്ള സ്ത്രീകൾക്ക് വിശേഷിച്ചും ഉത്തമം. അതായത് നമുക്ക് ഇത് ടോണിക് ഒരു 100-150 രൂപയുടെ ടോണിക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പേഷ്യൻസ് നമുക്ക് വരാറുണ്ട്. ചില ഒന്നിൽ കുട്ടികളെ കൊണ്ട് വരുന്ന കൂട്ടത്തിൽ 5-10 പ്രാവശ്യം വരുമ്പോ ഇന്ന് കാണിക്കാം. അതായത് കൊച്ചിന്റെ മരുന്ന് കുറയുന്ന ദിവസം അപ്പൊ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ അനീമിയയുടെ കാര്യം നമുക്കറിയാം. മിക്കവാറും ഉള്ള നമ്മുടെ പെൺകുട്ടികളിലും സ്ത്രീകളിലും അമ്മമാരിലും ഒക്കെ അനീമിക് ആണ് മിക്കവാറും ആൾക്കാർ. അപ്പൊ നമുക്ക് അവിടെ പിന്നെ ടോണിക് അഫോർഡ് ചെയ്തില്ലെങ്കിൽ വേണ്ട, നമുക്കൊരു 5 ml 10 ml ടിഞ്ചർ കൊടുക്കാമല്ലോ. ആ ടിഞ്ചർ അതിപ്പോ നമുക്ക് അക്വയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലാതെ കൊടുത്തിട്ടും ഈ പറഞ്ഞ പോലെ അവരുടെ ആവശ്യാനുസരണം അതിൽ നല്ല മാറ്റങ്ങൾ അതിൽ കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് ബാഡിയാക. ഞാൻ മുമ്പ് ബാഡിയാകയെ പറ്റി പറഞ്ഞിട്ടുള്ളത് എല്ലാം ഹെയർ റിലേറ്റഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ശരീരം മൊത്തം മാംസപേശികളിൽ വേദന, ചലനം കൊണ്ടും വസ്ത്രം തട്ടി ഉരഞ്ഞാലും തണുപ്പ് കൊണ്ടും വേദന വർദ്ധിക്കുന്നു. അതും നല്ല റിസൾട്ട്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ടിഞ്ചറാണ് എൻ്റെ കയ്യിൽ സാധാരണ സ്റ്റോക്ക് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പൊട്ടൻസി ഞാൻ കൊടുത്തു നോക്കിയിട്ടില്ല. പക്ഷെ ഇതില് ഓക്കെ ആണ്. കാരണം ഇത് പറയില്ലേ, ഈ ഡ്രസ്സ് തട്ടി ഉരഞ്ഞാലും വേദനിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് ഡ്രസ്സ് ഊരുമ്പോഴും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോൾ പോലും സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അത് എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് ബാഡിയാക ടിഞ്ചറിൽ കുഴപ്പമില്ല, മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് സുഖമാകാതെ കിടക്കുന്ന വ്രണങ്ങൾ, ചിരങ്ങ്, മുലക്കണ്ണ് വിള്ളൽ, വരണ്ട് കീറൽ, ചൊറിച്ചിൽ, തൊലി പൊട്ടിക്കീറി പോയിട്ടുള്ള ഭാഗങ്ങൾ എന്നിവയിൽ ഈ ഔഷധം പുറമേ പുരട്ടിയാൽ വേഗം പുതിയ തൊലി ഉണ്ടായി രോഗം ഭേദപ്പെടുത്തുന്നതാണ്. പുതിയ കോശ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു, ദുർഗന്ധം അകറ്റുന്നു. പറഞ്ഞിരിക്കുന്നത് ഡാൽസൺ ഗർവ് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിനാണ് പറഞ്ഞേക്കുന്നത്. സുഖമാകാതെ കിടക്കുന്ന വ്രണങ്ങൾ, ചെരങ്ങ്, മുലക്കണ്ണ് വിള്ളൽ, വരണ്ട് കീറൽ, ചൊറിച്ചിൽ, തൊലി പൊട്ടിക്കീറി പോയിട്ടുള്ള ഭാഗങ്ങൾ എന്നിവയിൽ ഈ ഔഷധം പുറമേ ഉപയോഗിച്ചാൽ വേഗം പുതിയ തൊലി ഉണ്ടാവുന്നതാണ്. പുതിയ കോശ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ ദുർഗന്ധവും അകറ്റുന്നു. ദാൽസൻഡറും. പിന്നെ ഉള്ളത് പെണ്ണുങ്ങളൊക്കെ പോക്കാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സ്ത്രീകളൊക്കെ പോക്കാണ്. അതായത് ലേഡീസിന്റെ അടുത്ത് വെറുപ്പുള്ള ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. അവർ ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആ വെറുപ്പ് അങ്ങനെ അവർ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സ്ത്രീകളെ എല്ലാം വെറുപ്പ്, പെൺകുട്ടികളെ പ്രത്യേകിച്ചു. പുരുഷന്മാരോട് താല്പര്യം, സംഭോഗത്തിന് അതിര് കവിഞ്ഞ താല്പര്യം, അത് കാരണം ഉറക്കം വരും. റഫാൻസ്. ആക്ച്വലി നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം വലിയൊരു കൺസേൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞല്ലോ, പെൺകുട്ടികളോട് താല്പര്യമില്ല, പുരുഷന്മാരോട് താല്പര്യം എന്നുള്ളതുണ്ടല്ലോ. അത് ചില പാരന്റ്സിനെങ്കിലും അത് അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന പാരന്റ്സ് ഉണ്ട്. പക്ഷെ എന്നിട്ടും ഏതെങ്കിലും ഒരു പെൺകുട്ടി വരുമ്പോൾ അതോടങ്ങ് ശരിയായിക്കോളും എന്ന് പറഞ്ഞ് ആ ജീവിതം നശിപ്പിച്ചു കളയുന്ന പാരന്റ്സ് ഉണ്ട്. ഒരിക്കലും അത് അങ്ങനെ നമുക്ക് അറിയുന്ന കേസസ് നമുക്കുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ആ പാരന്റ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ആണായെങ്കിൽ തിരിച്ചും ഓപ്പോസിറ്റ് സെക്സിലും വരാം. അല്ലെങ്കിൽ ആ പേഷ്യന്റിന് അറിയാമായിരിക്കുമല്ലോ എനിക്ക് ഇതാണ് താല്പര്യം എന്നുള്ളത് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അവരെ നമ്മൾ ഒരു അവബോധം കൊടുക്കുക. അതായത് നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ മറ്റൊരാൾ സ്വപ്നം കണ്ടിരിക്കുന്നത് നല്ലൊരു ലൈഫ് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കി കളയാൻ പാടില്ല എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് വന്നൊരു സിനിമയുണ്ട്, കാതൽ എന്ന് പറഞ്ഞിട്ട്, കാതലാണോ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല, മമ്മൂട്ടി ജ്യോതികയൊക്കെ ഉള്ള ഒരു ഫിലിമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നന്നായി ശ്രദ്ധിക്കുമ്പോഴേ ചില ആൾക്കാർക്ക് അതിന്റെ ഒരു കൺസെപ്റ്റ് പോലും മനസ്സിലാവും എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ലൈംഗിക ശേഷി കുറയുകയും അതോടൊപ്പം മാനസിക തളർച്ചയും നാഡീശേഷി കുറയുകയും ചെയ്യുന്നു. ജനനാംഗങ്ങളുടെ ചൈതന്യ ശക്തിയെ കുറയ്ക്കുകയും അതിന് തുല്യമായ മനോക്ഷീണം ഉണ്ടാക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ആരാണെന്ന് മനസ്സിലായിട്ടാണ് ഹെയർലെസ് കാസ്റ്റേഴ്സ് ആണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ മെഡിസിൻ ഏതായിരുന്നു?
അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ റഫാനസ്. ക്രാക്സ് ഓഫ് ഇപ്പോൾ സ്കിന്നിന്റെ കാര്യമൊക്കെ പറഞ്ഞത് അല്ല, സ്കിന്നിന്റെ കാര്യം പറഞ്ഞത് മാഡം ബാൽസം പെറു. ബാൽസം പെറു അത് ബാൽസം പെറു. രണ്ടാമത് ഈ സ്ത്രീകളോട് വെറുപ്പ് അത് പറഞ്ഞത് റഫാനസ്. പുരുഷന്മാരെ സ്ത്രീകളോട് വെറുപ്പ്. പിന്നെ പറയുന്നത് ലൈംഗിക ശേഷി കുറയുകയും അതോടൊപ്പം മാനസിക തളർച്ചയും നാഡീശേഷി കുറയുകയും ചെയ്യുന്നു. ജനനാവയവങ്ങളുടെ ആഗ്നസ് കാസ്ട്രസ് ആണ് അവിടെ പറഞ്ഞു. പിന്നെ ഇത് ആ പുസ്തകത്തിന്റെ പേര് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കണേ, ഇടയ്ക്ക് ഒരു സംശയം ചോദിച്ചിരുന്നു. ഓഫ് ഹോമിയോപ്പതി. ഡ്രസ്സിൽസ് ഓഫ് ഹോമിയോപ്പതി. ഡ്രസ്സിൽസ് ഓഫ് ഹോമിയോപ്പതി ബൈ ഡോക്ടർ ഖാലിദ്. ഞാൻ മാഡം ജസ്റ്റ് ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ടേ. ഡ്രസ്സിൽസ് ഓഫ് ഹോമിയോപ്പതി ഡോക്ടർ CRIZLE. അതുപോലെ തന്നെ ഈ ക്വിസിൽസ് എന്ന് പറഞ്ഞിട്ട് ഈ സെയിം ഓത്തറിന്റെ തന്നെ ഞാൻ നേരത്തെ ടിപ്സ് വായിച്ചത് ക്വിസിൽസ്. ഡ്രസ്സിൽസ് ഓഫ് ഹോമിയോപ്പതി ഡോക്ടർ ഖാലിദ്. ഡ്രസ്സിൽസും പിന്നെ ക്വിസിൽസും ഉണ്ട് അല്ലേ? ഡ്രസ്സിൽസും ഉണ്ട്, കൂടെ തന്നെ ക്വിസിൽസും ഉണ്ട്, രണ്ടും ഉണ്ട്. ആദ്യത്തേതിൽ വന്നിട്ട് സാറിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും പിന്നെ ഇതാണ് ഇങ്ങനെ ടേബിൾസ് പോലെ വന്നിട്ട് നമ്മുടെ ക്രോസ് വേർഡ്സ് ആണ് കൂടുതലുള്ളത്. ഞാൻ ഒരു ഞാൻ നമ്പർ കൂടെ അപ്ഡേറ്റ് ചെയ്യാം. അതിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് അല്ലാതെ സാറ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനിയുള്ളത് ഇതും പക്ഷെ ഈ ബുക്കിലുള്ള ടിപ്പിന്റെ കൂടെ തന്നെ വേറൊരു മെഡിസിൻ കൂടെ സാർ എനിക്ക് പറഞ്ഞു തന്നു. അതായത് പെയിൻ കില്ലർ എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലർ എടുത്തിട്ട് ആ പേഷ്യന്റിന് വന്ന ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷനും ഒക്കെ ആയിട്ട് ഒരു പേഷ്യന്റ് വന്നു. പ്ലസ് ഹെഡ് ഏക്ക് ഉണ്ട് ആ പേഷ്യന്റിന്. അപ്പൊ ഞാന് അപ്പം ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് ആസ്പിരിൻ മൂലം ഉണ്ടാകുന്ന ക്ലേശകരമായ അവസ്ഥകളിൽ ഈ ഔഷധം വളരെ പ്രയോജനപ്രദമാണ്. കാർബോ വെച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കേസ് വന്നപ്പോ അത് കുറച്ച് മോശമായ അവസ്ഥയിൽ വന്നപ്പോ ഞാൻ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ സാറ് പറഞ്ഞെന്ന് പറഞ്ഞാല് കാർബോവജ് 13 അതുപോലെ തന്നെ ഹൈഡ്രാസ്റ്റിസ് 13 അൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അതൊരു 3 to 4 ഡോസസ് ആയപ്പോ തന്നെ ബെറ്റർ ആയി എന്നല്ല, പിന്നെ വന്നിട്ടില്ല. പിന്നെ ആ ഉണ്ടായ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഉള്ളത് പിന്നെ ഇതില്ലേ നമ്മൾ BP നമ്മൾ നോക്കുമ്പോൾ വന്നിട്ട് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും നോക്കുമ്പോൾ ഡയസ്റ്റോളിക്ക് മാത്രം കൂടി നിൽക്കുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡയസ്റ്റോളിക്ക് നമ്മൾ എപ്പോൾ നോക്കിയാലും 100, 110 എന്നാൽ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുന്ന കേസസ് ഉണ്ട്. അവര് പക്ഷെ നമ്മൾ എത്ര എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അതിനകത്ത് വരണം എന്ന് മനസ്സിലാക്കണം എന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാല് ലൈംഗികാസക്തിയോട് കൂടിയ ഏതു തരം ഉന്മാദത്തിനും വൃദ്ധരിലെയും ശാരീരികവും മാനസികവുമായ വളർച്ച മുരടിച്ചവരുടെയും തകരാറുകൾ, ഉയർന്ന രീതിയിലുള്ള രക്തസമ്മർദ്ദത്തിൽ പ്രത്യേകിച്ചും സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഉയർന്നതും ഡയസ്റ്റോളിക് പ്രഷർ താഴ്ന്നവർക്ക് യോജിച്ച ഔഷധം, അതാണ് ബെറൈറ്റാമോർ എന്നുള്ളത്. ഇതുപോലെ തന്നെ ഡയസ്റ്റോളിക് പ്രഷർ വന്നിട്ട് കൂടി സിസ്റ്റോളിക് കുറഞ്ഞതും ഉണ്ട്. അത് ഇതിനകത്ത് തന്നെ ഉണ്ട്, നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനത് കൃത്യമായിട്ട് ഇപ്പൊ ഓർക്കുന്നില്ല. പിന്നെ ഉള്ളത് ഈ അടുത്ത കാലത്ത് ഉള്ള ഒരു മെഡിസിനാണ് സ്റ്റെർക്കുലിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മള് അത്ലറ്റിക്സിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പം ഇവര് നമ്മൾ അല്ലാണ്ട് ഉത്തേജനം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളത് അങ്ങനെയൊന്നുമല്ല. അതിപ്പം അതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ടെസ്റ്റിലോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഡിറ്റക്ട് ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല. അവർക്കൊരു എനർജി നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ ഫീൽ ചെയ്യും. ആ കുട്ടികൾക്ക് നല്ല റിസൾട്ട് ആണ്. ഈ സ്പോർട്സ് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് ആ ഒരു സമയമാകുമ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇവിടെ ഉള്ളത് ശരിയായ ഭക്ഷണം കഴിക്കാതെ തുടരെ ദേഹാധ്വാനം ചെയ്താലും ക്ഷീണം തോന്നാതെ ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. രക്തസഞ്ചാരത്തെ ശരിപ്പെടുത്തുന്നു. ഹൃദയസ്പന്ദനത്തെ ക്രമപ്പെടുത്തുന്നു. ഇത് സാറിന്റെ ബുക്കിലുള്ളതാണ്. അല്ലാതെ എനിക്ക് ഈ മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സാറും ഡോക്ടർ അരവിന്ദാണ് എനിക്ക് ഇത് വന്നിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. പിന്നെ ഉള്ളത്, ഈ ഔഷധം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ഉപ്പ് ഉപയോഗിക്കാതിരുന്നാൽ പ്രത്യേകം ഫലം ഉണ്ടാകും. കാലിബ്രോമാണ്. നമ്മൾ ചിലപ്പോൾ മുഖക്കുരുവിനൊക്കെ കൊടുക്കുമല്ലോ, നമ്മൾ വെൽ സെലക്റ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കാം. പക്ഷെ ചില കേസസിൽ നമുക്ക് ആക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഈ ഉപ്പ് അവരുടെ അടുത്ത് ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ആക്ഷൻ അതിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ചില ആൾക്കാരുണ്ട് അവരെ ആരും കൂടെയും ജോയിൻ ചെയ്തൊന്നും ചെയ്യൂല. പാർട്ട്ണർഷിപ്പ് അല്ല, കമ്പൈൻ സ്റ്റഡി അല്ല, അല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും കല്യാണത്തിനോ പാലാച്ചിനോ എവിടെ എന്ത് കാര്യമാണെങ്കിലും അവർ ഒരാളെ കൂടെ ചേർന്ന് ചെയ്യില്ല. നമുക്ക് ചിലപ്പം അവരിങ്ങനെ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ഇവർ ഈ കാലത്താണ് ജീവിക്കുന്നത്. എനിക്ക് അങ്ങനെ കുറെ പേർക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പം ഇതാണ് മരുന്നെന്ന് അപ്പം എനിക്ക് അറിയില്ലായിരുന്നു. ആരുടെയും കൂടെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ആബ്സിന്ത്യ. അതാണ് ആബ്സിന്ത്യ. പിന്നെ ഉള്ളത്, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ഗർഭാശയ സംബന്ധമായ രോഗങ്ങളും കൊണ്ട് ക്ഷീണിച്ച് അവശയായി ആർത്തവ വിരാമ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സ്ത്രീകൾക്ക് ഈ ഔഷധം കൊടുത്താൽ പുതു ചൈതന്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാക്കാർബാണ് ആ മെഡിസിൻ എന്ന് പറഞ്ഞത്, മാക്കാർബാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല്, വൃദ്ധന്മാർക്കും കാഴ്ചയിൽ വൃദ്ധന്മാരെ പോലുള്ളവർക്കും മദ്യപാനം കൊണ്ടോ ദുർനടപടികൾ കൊണ്ടോ തകർന്നവർക്കും ഉപയോഗമായിട്ടുള്ളതാണ് ഫ്ലൂറിക് ആസിഡ്. ശരീരം മുഴുവനും, അതായത് അകത്തും പുറത്തും നീറ്റലാണ് ഡോക്ടറെ. പേപ്പർ നൈഗർ. ഇത് നമുക്ക് വളരെ ഒന്നുകിൽ ഇതിന്റെ ഇത്തരം പേഷ്യന്റ് നമുക്ക് കിട്ടുമ്പോൾ ഒരു കാറ്റഗറി അമ്മായിയുണ്ട് ചില വീടുകളിൽ നമുക്ക് കിട്ടുന്ന കാറ്റഗറി മരുമോളായി. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ജനങ്ങളുടെ മുന്നിൽ ഹിസ്റ്റീരിയ, ആരും ഇല്ലാത്തപ്പോൾ രോഗമില്ല. ഹിസ്റ്റീരിയ നടിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നറിയാൻ വശങ്ങളിലേക്ക് ഓട്ടക്കണ്ണിട്ട് നോക്കുന്നു. രോഗിയാണെന്ന് നടിക്കൽ, കരണ്ടുല. നമ്മള് നമുക്ക് പേഷ്യന്റായിട്ട് വന്നാലും വന്നില്ലെങ്കിൽ ചില വീടുകളിൽ ഇത് സ്ഥിരമാണ്. പാവം അവിടുത്തെ ഭർത്താവും അച്ഛനും ബാക്കിയുള്ളവരും കണ്ടും കേട്ടും അടുത്ത് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഈ ക്യാരക്ടർ അവർക്ക് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരാളെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ മറ്റ് അസുഖങ്ങളൊക്കെ ചികിത്സിക്കുന്നതിന് മുമ്പേ നമ്മൾ ഹൈപ്പർടെൻഷന്റെ കരണ്ടിലെ 2 ഡോസ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. തീ കൊണ്ടോ തിളച്ച വെള്ളം കൊണ്ടോ ആസിഡ് വീണിട്ടോ ചർമ്മത്തെ മാത്രം ബാധിച്ചിട്ടുള്ള കേസുകളിൽ ഈ ഔഷധത്തിന്റെ മാതൃസത്ത് അല്പം വെള്ളത്തിൽ ഒറ്റിച്ച് അതിൽ ഒരു തുണി നനച്ച് പൊള്ളിയ സ്ഥലത്തിട്ടാൽ വേദന ഉടനെ മാറുമെന്ന് മാത്രമല്ല പൊള്ളലും ഉണങ്ങി സുഖപ്പെടും. അതാണ് അർട്ടിക്കായറൻസ്. നമ്മൾ വന്നിട്ട് യൂറിക് ആസിഡിന്റെ ആ ഒരു ഇതിലും സ്കിൻ കംപ്ലൈന്റിലും അങ്ങനെ മാത്രമല്ല, ഇതിനകത്തും ഇനി നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, ടെലൻഡലോവർ കാൻഡാരിസ് ഒക്കെ പോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഉയരമുള്ള സ്ഥലത്തേക്ക് എത്തിപ്പിടിച്ചത് കൊണ്ട് ഉദരത്തിലെ മാംസപേശികൾക്ക് ഉണ്ടാവുന്ന ഉളുക്ക്. ഇത് സാധാരണ നമുക്ക് കിട്ടുന്ന കേസാണ്. അതായത് ഇപ്പം അടുക്കളയിലെ റാക്കിലോ അല്ലെങ്കിൽ റൂമിലെ റാക്കിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഇവരിങ്ങനെ എത്തിപ്പിടിക്കുന്ന ആ ഒരു സമയത്ത് ഇവർക്ക് ആ വയറിന്റെ ഭാഗത്ത് കിട്ടുന്ന ഉളുക്കാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ റെസ്റ്റോക്സോ ആർമിക്കോ അല്ലെങ്കിൽ ഹൈപ്പറിക്കോ അതുപോലെ പ്രയോണി വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ആക്ഷൻ കാണാതിരിക്കുന്ന കേസസിൽ നമുക്ക് അലുമിന കൊടുക്കാം. അതും ഒരു 2 ഡോസ് ഹൈപ്പർടെൻസി കൊടുക്കുമ്പോൾ നല്ല ഡിഫറൻസ് വരാറുണ്ട്. മുമ്പ് ബാധിച്ചിരുന്ന രോഗത്തിന്റെ പിടിയിൽ നിന്നും ഒരിക്കലും പൂർണ്ണമായി മോചിതരാകാത്ത രോഗികൾക്ക് ഈ ഔഷധം നല്ലതാണ്. അത് ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും
അവർക്ക് ആ ഒരു അതിൽ നിന്ന് അവർ പൂർണ്ണമായിട്ട് മാറിയില്ല എന്നുള്ള ഒരു ഫീലാണ്. അല്ലെങ്കിൽ ബാക്കി വരുന്ന അസുഖങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി മാത്രം പറയുന്നതാണ്. കാർബോജ് ഈ ഔഷധം തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ലക്ഷണം പ്രത്യേകിച്ച് പഴയ കേസുകളിൽ മേൽവയറിന്, അതായത് എപ്പിഗാസ്ട്രേറ്റിന് തോന്നുന്ന ഒരു തളർച്ചയാണ്. ആ തളർച്ചയായിട്ട് വരുന്ന കേസസ് അത് നമുക്ക് അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ വരുന്ന കേസസ് ആണെങ്കിൽ ബെറൈറ്റാമോറാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ബെറൈറ്റാമോറാണ്. ആന്റിബയോട്ടിക് ഔഷധങ്ങൾ പോലും പ്രയോജനം കിട്ടാതെ വരുന്ന സെപ്റ്റിക് കേസുകളിൽ ഉപയോഗപ്രദമായ ഔഷധമാണ് എക്സിനേഷൻ. സെപ്റ്റിക് കേസുകളിൽ അതുപോലെ തന്നെ ഇത് ഡേക്സന്റെ ഒരു സെപ്റ്റിക് കണ്ടീഷൻസ് ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ ഉണ്ട്. നേരത്തെ ഉണ്ടായിരിക്കണം. ഞാനിപ്പോ കുറച്ച് ഒരു 1 year ഒക്കെ ആയിട്ട് അല്ല, ഒരു 6 months ഒക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല റിസൾട്ട് ആണ് ആ സ്പ്രേക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ടിഞ്ചർ വെച്ച് ഡൈല്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് ചെയ്തു, അല്ലെങ്കിൽ ഓയിൻമെന്റ് അപ്ലൈ ചെയ്ത് പിന്നെ അത് തുടച്ചു കളഞ്ഞു, കഴുകി കളഞ്ഞു, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ സ്പ്രേ വന്നിട്ട് അവരത് സ്പ്രേ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് അബ്സോർബ് ആയി പൊക്കോളും. പിന്നെ ഓഫീസിൽ ഇരിക്കുമ്പോഴോ അല്ലാത്ത സമയത്തോ ഒക്കെ നമുക്കത് യൂസ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആണ്. അതിന്റെ കൂടെ തന്നെ കലണ്ടുല സ്പ്രേ വരെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ചെറിയ മുറിവുകളോ കട്ടോ ബാക്കി ഇപ്പം ഫസ്റ്റ് എയ്ഡ് പോലെ കുട്ടികളുള്ള വീടുകളിലും ഈ മരപ്പണി അങ്ങനെ കാർപ്പൻറ്റർ അങ്ങനെയൊക്കെ പോകുന്നിടത്തൊക്കെ ഞാൻ തന്നെ അങ്ങോട്ട് പറയാറുണ്ട്, ഇതൊരെണ്ണം നിങ്ങൾ കയ്യിൽ വെച്ചു. എന്താണെന്നറിയില്ല, നമുക്ക് സ്പ്രേക്ക് ഉണ്ട്, ആ സ്പ്രേക്ക് നല്ല ആക്ഷൻ ആണ് എന്ന് പറയുന്ന ഒരു മാനസിക സന്തോഷം കൂടുതലുണ്ട്. ചിലപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും, പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ റിംഗ് ബോം കണ്ടീഷൻസിനും അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഹോമിയോപ്പതി എപ്പോഴും അവനവന്റെ കണ്ണിൽ കൂടെ കാണുന്നതാണല്ലോ. അപ്പൊ ആ കേസസിലും ഈ ഡേക്സന്റെ ആ സ്പ്രേ നമ്മൾ ഡെയിലി 1 time ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും തിരിച്ചു കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഡോക്ടർ 2-3 മണിക്കൂർ അത് എടുത്തു കഴിഞ്ഞാൽ ചർച്ചിലൊന്നും ഇല്ലാതില്ല. അപ്പൊ ഓഫീസിലൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ല. മേ ബി വാല്യുവേഷൻ ആയിരിക്കാം, പക്ഷെ പേഷ്യന്റ് അത് ഫീലിംഗ് ബെറ്റർ. അപ്പൊ അത് നമുക്ക് നല്ലതാണ്. പിന്നെ ഉള്ളത് സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എനിക്ക് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ബാക്കിയുണ്ട്. അപ്പോഴത്തേക്കും ഇത് മാത്രമല്ല, ഒത്തിരി ബുക്സ് ഉണ്ട് ഇതുപോലെ നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ. പക്ഷെ ഞാൻ ഇപ്പോഴും എനിക്ക് IFPHന്റെ അടുത്തുള്ള ഒരു അഭ്യർത്ഥനയാണ്, ഇതുപോലെ ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അവരുടെ ഇത്രയും ട്രഷർ ഓഫ് നോളജ് അവരുടെ കയ്യിൽ ഉണ്ട്. അവരെ സമീപിക്കുന്നവർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അല്ലാത്തവർക്ക് അങ്ങനെയുള്ളതല്ല. അവരെയും കൂടെ നമ്മൾ ഇതിന്റെ ഭാഗമാക്കണം എന്നുള്ള ഒരു അപേക്ഷ എനിക്കുണ്ട്. മാഡം ഓക്കെ അല്ലേ? 10:25, 24. കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റുള്ളവര് ഇപ്പൊ ഇത് കേട്ടിട്ട് കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല എന്ന് വിചാരിച്ചാണ് ഡിസ്കഷൻ അധികം സമയം കൊടുക്കാതെ ഡോക്ടർ പറയട്ടെ എന്ന് വിചാരിച്ചത്. എന്തായാലും പുതിയൊരു പുസ്തകം പരിചയപ്പെട്ടു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാവുന്ന പോലെ കേട്ടിട്ടുള്ള പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാത്തണക്കുള്ള കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞു. അപ്പം എന്തായാലും പുസ്തകം നല്ലതാണെന്ന് തന്നെയാണ് തോന്നുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? 5-6 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പുസ്തകത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. 6 മിനിറ്റ് ഉണ്ട്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ആർക്കൊന്നും പറയാനില്ല, ചോദിക്കാനും ഇല്ല. എന്തായാലും അതിഗംഭീരമായ ഒരു സെഷൻ തന്നെയായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സെഷൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനൊരു പുസ്തകത്തെക്കുറിച്ച് ഞാനൊന്ന് അവതരിപ്പിച്ചാലോ എന്ന്. അപ്പോൾ ഇത്രയും അതിമനോഹരമായ ഒരു സെഷനായിട്ട് ഇത് മാറുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല.
അപ്പോൾ എന്തായാലും ഡോക്ടർ ഈ പുസ്തകത്തിനെ കുറിച്ച് ഇനിയും കുറെ കൂടിയൊക്കെ ഒരു ദിവസം അവതരിപ്പിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇങ്ങനെ ഒന്ന് രണ്ട് വട്ടം അവതരിപ്പിക്കുമ്പോഴാണ് പിന്നെയും പിന്നെയും ഈ പുസ്തകം വാങ്ങണമെന്നും അത് വായിക്കണമെന്നും എല്ലാവർക്കും തോന്നുന്നത്. ഇത്രയും നല്ല പുസ്തകങ്ങൾ നമ്മുടെ മലയാളി ഡോക്ടർമാർ എഴുതിയിട്ട് പോലും നമ്മുടെ ഇടയിൽ അത് പ്രചരിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര പ്രചാരണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു കുറ്റബോധത്തോടെയാണ് നമ്മൾ പറയുന്നത്. എന്തായാലും റിജി റഷീദ് ഡോക്ടർ ഈ വേദിയിൽ ഇങ്ങനെ ഒരു വലിയ ആ, ആ, പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവതരിപ്പിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ പുനർ ഉം, അവതരണം കൂടി വേണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സന്തോഷം ധനേഷ് ഡോക്ടറെ. ഇനി ഈ പുസ്തകത്തിന്റെ ബാക്കി ഭാഗം ഇത് കേട്ടപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഇത് വാങ്ങിക്കണമെന്ന് തോന്നിക്കാണും തീർച്ചയായിട്ടും. അപ്പോ അങ്ങനെ ഇനി അടുത്ത ഹരിഹരൻ സാറാണ്. ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറേ സംസാരിച്ചു. ഈ പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പുസ്തകത്തെ, പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു പുസ്തകം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, വാസ്തവത്തിൽ നമ്മുടെ ഈ ഇതുപോലുള്ള മെറ്റീരിയലുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ വരണം. എന്നുവെച്ചാൽ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. നമ്മുടെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ. അതായത് ഇപ്പം ഫ്രാൻസിൽ ചെന്ന് കഴിഞ്ഞാൽ മെഡിസിൻ പോലും ഫ്രഞ്ച് ഭാഷയാണ്, റഷ്യയിൽ റഷ്യൻ ഭാഷയാണ്. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും, സ്പെയിനിലാണെങ്കിൽ സ്പാനിഷ് ലാംഗ്വേജ് ആണ്. ഇതിപ്പോ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഗതികേട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഹോമിയോപ്പതിക് ബുക്സ് എല്ലാം ഈ ഇങ്ങനെ മലയാളത്തിലായിരുന്നു എങ്കിൽ, മലയാളത്തെ പരിവർത്തനം ചെയ്ത് നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ നമ്മുടെ ഡോക്ടർമാർക്കെല്ലാം ഒത്തിരി ഒത്തിരി പ്രയോജനകരമായേനെ. ഇപ്പൊ ഈ ഡോക്ടർ ഖാലിദ് ഡോക്ടർ ഇങ്ങനെ ചെയ്തുകൊണ്ട്, ഇത് മലയാളത്തിലാണെന്ന് തോന്നുന്നു, ആണല്ലോ ഈ പുസ്തകം, അല്ലേ? അതോ ഇംഗ്ലീഷിലാണോ? മലയാളത്തിലാണ് സാർ. ഒരു ഈ റിസൾട്ട്സ് മലയാളത്തിലും ക്യൂസിൽസ് വന്നിട്ട് ഇംഗ്ലീഷിലാണ്. അത് അതിന്റെ ഹെഡിങ് കേട്ടപ്പോ എനിക്ക് അത് ഇംഗ്ലീഷ് ആണോ എന്നൊരു ചെറിയ സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ മലയാളത്തില് ഇത് വരികയും വന്നു കഴിഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജിലേക്ക് ഇത് വരണം. ഇത് വന്നാലേ ഇതെല്ലാം ശരിയാവുമോ. നമ്മുടെ കോളേജുകളിൽ പോലും ഈ വെറ്റിനറി ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോക്കൽ ലാംഗ്വേജ് വരണം. അത് വിവർത്തനം ചെയ്യാൻ മേലാത്തത് ഇംഗ്ലീഷിലായിക്കോട്ടെ, വിവർത്തനം ചെയ്യാൻ മേലാത്ത വാക്കുകൾ ഇംഗ്ലീഷിലായിക്കോട്ടെ. പക്ഷെ അങ്ങനെ വന്നാലേ ഏത് ശാസ്ത്രവും അതിന്റെ പരിണാമത്തിന്റെ മൂർധന്യ ദശയിൽ എത്തുള്ളൂ. ഇതിപ്പോ ഈ കെന്റ് റെപ്പർട്ടറി കിടക്കുന്ന ആ മൈൻഡ് സിംറ്റംസ് എല്ലാം കൂടെ വായിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? അപൂർവം കുറെ ഡോക്ടർമാർക്ക് മാത്രമേ ഇത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരിക്കലും ശ്രമിച്ചു നോക്കിയത്, എന്നിട്ട് ഞാൻ പണം മുടക്കി താഴെ വെക്കുക ചെയ്തത്. അതുകൊണ്ട് ഈ ഡോക്ടർ ഖാലിദ് ചെയ്തിരിക്കുന്ന ഈ വർക്ക് ഇറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ വർക്ക്. ഡോക്ടർ തങ്കി ഉണ്ടായിരുന്നു കൊല്ലത്തുള്ള, തങ്കി ഡോക്ടർ എന്നാണ്, ജോർജ് എന്ന അദ്ദേഹത്തിന്റെ പേര്, തങ്കി ഡോക്ടർ എന്നറിയുന്നു. അദ്ദേഹം കുറെ മെറ്റീരിയൽ മെഡിക്കൽ മലയാളത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ, ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഗോപിനാഥൻ നായർ, അദ്ദേഹം കുറെ പുസ്തകങ്ങൾ മലയാളത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മലയാളത്തിൽ വരണം. മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് സാധാരണ ജനങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് മിങ്കിൾ ചെയ്ത് മെഡിസിൻ കണ്ടുപിടിക്കാൻ പറ്റും. എനിവേ, യുവർ ക്ലാസ് ഈസ് വെരി നൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് ഒരു കാര്യം എനിക്ക് പറയാം, ഡോക്ടറുടെ ഈ പ്രൊനൗൺസിയേഷനിലും ഈ മെഡിസിൻ പറയുന്നതും പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്ക് വിട്ടുപോകുന്നു. അപ്പൊ അത് ഡോക്ടർ മറ്റു കാര്യങ്ങൾ പറയുന്നത് എല്ലാം ഒച്ചത്തിലും നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ മെഡിസിനൽ പാർട്ട് വരുമ്പോൾ, മെഡിസിൻ പറയുമ്പോൾ ഈ ഡോക്ടർ ശൈലജ പറഞ്ഞ കണക്കെ ആ റഫാനസ് എന്നുള്ള തിരിയുന്നില്ല. അപ്പൊ ഇനിയും ക്ലാസ് എടുക്കുമ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ക്ലാസ് എടുക്കണം. ഇത്ര മാത്രമേ പറയാനുള്ളൂ. നല്ല ക്ലാസ്സാണ്, നല്ല ക്ലാസ്. തീർച്ചയായും സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരോടും ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. സാർ ഇപ്പൊ പറഞ്ഞ മാതിരി മലയാളം വിവർത്തനങ്ങളുള്ള മെറ്റീരിയൽ മേടിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുക്സ്, അത് പുതിയതോ പഴയതോ ആയിട്ട് ആരുടെ കയ്യിൽ ഉണ്ടെങ്കിലും ദയവ് ചെയ്ത്
ഒന്ന് ഇൻഫോം ചെയ്യണം. എൻ്റെ കയ്യിലില്ലാത്ത ബുക്കുകളാണെങ്കിൽ ദയവായിട്ട് എനിക്കൊരു കോപ്പി തരണം എന്ന് എൻ്റെ ഒരു അപേക്ഷയാണ്. അതോടൊപ്പം തന്നെ ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ ഇപ്പം ഇതിൽ ഞാൻ നോക്കുമ്പോൾ മഷൂദ് സാറിനെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അടുത്ത ദിവസം ഒരു ഫാർമസി പോയപ്പോൾ സാറിന്റെ ഒരു ബുക്ക് അവിടെ ആരോ വായിക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുന്നത് കണ്ടു. ഞാൻ പക്ഷെ ആമസോണിൽ ഞാൻ നോക്കുമ്പോൾ ആ ബുക്ക് അവൈലബിൾ അല്ല. അപ്പം അതും ഈ പറഞ്ഞ മാതിരി ഞാൻ ധനീഷ് സാറിന്റെ നമ്പർ വാങ്ങിക്കോളാം. അപ്പൊ എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട്, എന്റെ കയ്യിലുള്ള ഏത് ബുക്കിന്റെ കോപ്പി ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ അടുത്തൊന്നും അത് പറയാനുള്ള ആ ഒരു സീനിയോറിറ്റിയോ ഒന്നും എനിക്കില്ല. ബട്ട് ഐ എം റിക്വസ്റ്റിംഗ് ഓൾ ഓഫ് യു. വായിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. ഓക്കെ റിജി ഡോക്ടറെ, ഡോക്ടറെ വിളിച്ച് പറയാം. അല്ലെങ്കിൽ ധനീഷ് ഡോക്ടർ, എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ ക്ലാസ് എടുക്കുന്നവരുടെ നമ്മൾ ആ ബ്രോഷറിനകത്ത് ഫോൺ നമ്പർ കൂടെ ആഡ് ചെയ്യുന്ന പതിവുണ്ട്. ചിലപ്പോൾ കാണുമായിരിക്കും, എന്തായാലും കാണുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ വിളിച്ച് പറഞ്ഞോളൂ, അത് നോക്കിയിട്ടേ. അപ്പോ എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് ഇന്ന് പൊതുവെ ചില സമയങ്ങളിലെല്ലാം സൗണ്ട് കുറവായിരുന്നു. ഇടയ്ക്ക് സൗണ്ട് കുറഞ്ഞു പോകും. അത് ചിലപ്പോൾ മെഡിസിൻ പറയുന്ന സമയങ്ങളിലായിരിക്കും. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ല ഒച്ചയുള്ള ആളാണ്. ഡോക്ടറെ, അത് നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്, ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ധനേഷ് ഡോക്ടറെ, നമ്മുടെ റിജി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കും. നമുക്ക് അബ്ദുൽ സലാം സാറിനെ ഒന്ന് ക്ഷണിക്കാം. സാറ് കുറെ നാളായിട്ട് സംസാരത്തിൽ വന്നിട്ടില്ല. സാറ് ക്ലാസ് കേട്ടിട്ടുണ്ടാകുന്നു. ഉണ്ട് സാറ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ തീർച്ചയായിട്ടും അത് മൈക്ക് അബ്ദുൽ നമസ്കാരം സലാം എല്ലാവർക്കും. സാറിന്. എല്ലാവർക്കും നമസ്കാരം അല്ലേ? എല്ലാവരും നമസ്കാരം, കാണാൻ വേണ്ടി നമസ്കാരം. വന്നതായിരുന്നു. സാധാരണത്തെ പോലെ കയറാനൊന്നും പറ്റാറില്ല ടൈം. ഇപ്പോ ട്രീറ്റ്മെന്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ച് പെട്ടെന്ന് ഖത്തറിലേക്ക് വരേണ്ടി വന്നു. നാട്ടിൽ നിന്ന് തന്നെ ലീവൊക്കെ കട്ട് ചെയ്തിട്ട് ഏതായാലും ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരുടെയും പ്രാർത്ഥന എത്തുന്നുണ്ട്. റിജി ഡോക്ടറുടെ ക്ലാസ് പറയേണ്ടതില്ല. എപ്പോഴും നേരത്തെ പറഞ്ഞ സൗണ്ടിന്റെ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. റിജി ഡോക്ടർ എപ്പോഴും വെട്ടിത്തുറന്ന് നല്ല ആർജവത്തോടി പറയുന്ന ഡോക്ടറാണ്. എപ്പോഴും ഞാൻ പേഴ്സണലായിട്ട് തന്നെ ഡോക്ടർക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. വളരെ സന്തോഷമുണ്ട്. കേട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു അരമണിക്കൂറേയും കണ്ട് എല്ലാവരും ഒന്ന് കാണാലോ, ഒത്തിരി നാളെ കണ്ടിട്ട്. പിന്നെ ട്രീറ്റ്മെന്റും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ എപ്പോഴും കയറാൻ പറ്റാതെ ചിലപ്പോ അതുകൊണ്ടായിരുന്നു വരാതിരുന്നത്. വളരെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രത്യേകം റിജി ഡോക്ടർക്കും എല്ലാവർക്കും ഇനിയും വരിക. പ്രത്യേകിച്ച് നേരത്തെ റിജി ഡോക്ടർ പറഞ്ഞത് മലയാളത്തിൽ ഡോക്ടർ TG മനോജ് ബുക്ക് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവല്ലോ, അതൊന്ന് നോക്കാം. ഡോക്ടർ TG മനോജ് മലയാളത്തിൽ എഴുതി കണ്ടിട്ടുണ്ടല്ലോ, അവൈലബിൾ ആണ്. ഏതായാലും എല്ലാവർക്കും അതെ. ഏതായാലും വളരെ സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയാലും. എല്ലാവർക്കും നന്ദി, താങ്ക്സ്. ഇനിയും കാണാം. അബ്ദുൽ സലാം സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കണ്ടതിൽ വളരെ സന്തോഷവും അറിയിക്കും. അപ്പോൾ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ 2-3 മിനിറ്റ് അധികമായി. എന്തായാലും നമ്മളെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേരുന്നു. നമസ്കാരം.